എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഏതെങ്കിലും വണ്ടിയുടെ വീഡിയോ കണ്ടിട്ട് 100-200 കിലോമീറ്റർ അപ്പുറമുള്ള യാർഡിൽ പോയിട്ട് വണ്ടിയൊക്കെ നോക്കി ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയ വണ്ടി ആണെങ്കിൽ, അതായത് ലോൺ ഇട്ട് എടുക്കാൻ പറ്റിയ വണ്ടി ആണെങ്കിൽ അഡ്വാൻസ് കൊടുക്കണോ വേണ്ടയോ എന്നതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വിഷയം ഞാൻ തന്നെ പറയാം, ഉദാഹരണം ഞാൻ തന്നെ പറയാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കൊരു വണ്ടി ഇഷ്ടപ്പെട്ടു. ആ വണ്ടി എടുക്കണമെങ്കിൽ ഞാൻ കാസർഗോഡ് നിന്ന് മലപ്പുറത്തേക്ക് പോകണം. അങ്ങനെ ആ വണ്ടിക്ക് വേണ്ടിയിട്ട് കാസർഗോഡ് നിന്ന് ഞാൻ മലപ്പുറത്തേക്ക് പോയി. വണ്ടിയൊക്കെ കണ്ട്, വണ്ടി ഓക്കെ ആണ്, വണ്ടീൻ്റെ എല്ലാ ഭാഗം ചെക്ക് ചെയ്ത്, വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്, എനിക്ക് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. അങ്ങനെ ഞാൻ അവരോട് ഓക്കെ പറഞ്ഞപ്പോൾ അവർ ഫിനാൻസിൻ്റെ ആളെ വിളിച്ചു കണ്ട് അവർ അതിൻ്റെ വാല്യൂഷനൊക്കെ നോക്കി. ഒരു 50,000 രൂപ മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് അടിച്ചാൽ നമുക്ക് ആ വണ്ടി ലോൺ എടുക്കാൻ പറ്റും. അങ്ങനെ അവർ എൻ്റെ അഡ്രസ്സ് നാട്ടിലേക്ക് അവർ ഫോർവേഡ് ചെയ്ത്, അവിടുന്ന് അവർ കുറച്ച് സമയമൊക്കെ വേണ്ടുള്ളൂ, മണിക്കൂറുകളൊക്കെ വേണ്ടുള്ളൂ, കുറേ ദിവസങ്ങളൊന്നും വേണ്ട. അപ്പോൾ തന്നെ സ്പോട്ടിന് അവർ എൻ്റെ അഡ്രസ്സിൽ പോയി ഒക്കെ ക്ലിയർ ആണ്, എനിക്ക് 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടിച്ചാൽ അവർ ലോൺ തരും ബാക്കിയുള്ളത്. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ്, വണ്ടിക്കാരോട്, വണ്ടി ഡീലർമാരോട് പറഞ്ഞ് ഓക്കെ ആണ്, വണ്ടി എടുക്കാം. ഈ 50,000 രൂപ എനിക്ക് മൂത്താമാൻ്റെ മകന് തരാനുണ്ട്, ഒരു 10 രൂപ, ഇളയച്ഛൻ്റെ മകന് ഒരു 15 രൂപ തരാനുണ്ട്. ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിക്കാണ്ട് ഞാൻ അവർക്കൊക്കെ വിളിച്ച് അവർ തരാമെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ പിന്നെ 2-3 ദിവസം കൊണ്ട് എനിക്ക് 50,000 രൂപ കയ്യിൽ വന്നാൽ എനിക്ക് വണ്ടി അപ്പോൾ തന്നെ സ്പോട്ടിന് ഇറക്കാൻ പറ്റും. 50,000 രൂപ ആ രീതിയിൽ നമുക്ക് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ എന്ത് ചെയ്ത്, ഇവർക്ക് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ ഞാനൊരു 5,000 രൂപ അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ, വണ്ടി ഇല്ലെങ്കിൽ, അവർ വേറെ ആൾ വന്നാൽ അവർ കൊടുക്കും. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉറപ്പിക്കലാണ്. അവിടെ ഞാൻ 5,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട്, പിന്നെ ഫിനാൻസിൻ്റെ ആളും വിളിക്കുന്നുണ്ട്, ഇവരും വിളിക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, 10 ദിവസം കഴിഞ്ഞ് എനിക്ക് 50,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയി അടക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് ഡൗൺ പേയ്മെൻറ്റ് 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ആ വണ്ടി എടുക്കാൻ പറ്റിയില്ല. 5,000 രൂപ പോയി. ഇതേപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ അഡ്വാൻസ് കൊടുത്ത് പോയിട്ടുണ്ട്. 5,000 രൂപ മുതൽ 10,000 രൂപ വരെ അഡ്വാൻസ് കൊടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ വണ്ടി കാണാൻ വന്നിട്ട് ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വണ്ടി കണ്ടിട്ട് നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടോക്കൺ കൊടുക്കുക. ടോക്കൺ വെച്ചാൽ സാധാരണ 500 1000 കൊടുത്താൽ മതി. അതിൽ കൂടുതലൊന്നും കൊടുക്കണ്ട. നമ്മളിപ്പോൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ട് അവിടെ നമ്മൾ ടോക്കൺ എടുക്കൂലേ? ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടമാണ്, ഡോക്ടറെ കാണിക്കണോ കാണിക്കേണ്ടത്. നമ്മൾ ടോക്കൺ എടുത്തിട്ട് നമുക്ക് വേണ്ടെങ്കിൽ വരാം, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. 500 1000 ടോക്കൺ കൊടുത്തിട്ട് നിങ്ങൾ പോയി കണ്ട് ഫണ്ടൊക്കെ റെഡിയാക്കി വന്നാൽ മതിയല്ലോ. അതിൽ ഫണ്ട് റെഡി ആയില്ലെങ്കിൽ പിന്നെ പോയാലും ഒരു 500 1000 അത്രേ പോകുള്ളൂ, അതിൽ കൂടുതൽ പോകില്ല. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉറപ്പിക്കലാണ്. അഡ്വാൻസ് കൊടുത്താൽ ഡീലർമാർ അവർക്കൊരു ഉറപ്പ് കിട്ടി, നമ്മൾ വണ്ടി എടുക്കും എന്നുള്ളത്. നമ്മളെ എത്ര ദിവസമാണെങ്കിലും അവർ വെയിറ്റ് ചെയ്യും. മറിച്ച് ടോക്കൺ ആണെങ്കിൽ നമ്മളെ കൂടുതൽ ദിവസമൊന്നും വെയിറ്റ് ചെയ്യൂല. 500 1000 കൊടുത്തുകൊണ്ട് നമ്മൾ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നമ്മൾ കാത്തുക്കും, നമ്മളെ വിളിക്കും. നമ്മൾ റീപ്ലൈ ഒന്നും കൊടുത്തില്ലെങ്കിൽ, ഫോണൊന്ന് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ, അവർ വണ്ടി വേറെ ആൾ വന്നാൽ അവർ കൊടുക്കും. 5,000 രൂപ മുതൽ 10,000 രൂപ വരെ അഡ്വാൻസ് കൊടുത്തു പോയ ആൾക്കാരുണ്ട്. അവരാരും ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. 5,000 മുതൽ 10,000 രൂപ വരെ എന്ന് പറയുമ്പോൾ ചെറിയ പൈസ ആണോ? എന്തിനാണ് വെറുതെ കളയുന്നത്? പൈസൻ്റെ കാര്യമല്ലേ. പൈസ നമുക്ക് അവിടുന്ന് ഇത്ര സമയത്ത് കിട്ടും ഇല്ലയോ ഒന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഉറപ്പിക്കുമ്പോൾ, നമ്മളൊരു വണ്ടി അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിക്കുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മൾ വണ്ടി കാണാൻ പോകുമ്പോൾ നമ്മളെ കയ്യിൽ ഫണ്ട് ഉണ്ടോ, നമ്മൾ ലോൺ ഇട്ട് എടുക്കുകയാണെങ്കിൽ മാക്സിമം എന്തായാലും ഒരു 50 ഒരു ബഡ്ജറ്റ് 50 1 ലക്ഷം രൂപ ബഡ്ജറ്റ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നമുക്ക് ലോൺ പാസ്സായി കിട്ടിയാൽ മതി. ലോൺ പാസ്സായി കിട്ടിയാൽ നമുക്ക് ആ ഒരു ഫണ്ട് അപ്പോൾ തന്നെ സ്പോട്ടിന് അവർക്ക് കൈമാറാൻ കൊടുക്കാം. പിന്നെ അല്ലാതെ നമ്മൾ പിന്നെ എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫണ്ട് പോകും. വെറുതെ കൊടുക്കണ്ട. അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വണ്ടി വന്ന് കണ്ടിട്ട് എടുക്കാൻ പറ്റിയ വണ്ടി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ടോക്കൺ കൊടുക്കാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ.